ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഉത്തരാടത്തു നിന്നൊക്കെ എല്ലാവരും ഭയങ്കര തിരക്കിലായിരിക്കും. അപ്പോൾ ഞങ്ങളും ഇവിടെ തിരക്കിലൊക്കെ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ശർക്കര വരട്ടിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ശർക്കര ഉരുക്കാണ് കേട്ടോ. ശർക്കര ഉരുക്കിയത് നല്ല പോലെ നൂൽപ്പരുവാവണം കേട്ടോ. 7 നൂലെന്നൊക്കെ പറയും. അപ്പോൾ എനിക്കിപ്പോൾ നമ്മുടെ അമ്മയുടെ അമ്മയാണ് കേട്ടോ ഉണ്ടാക്കി പഠിപ്പിച്ചു തന്നത്. അതങ്ങനെ ഒരു പ്രാവശ്യം അങ്ങനെ കാണിച്ചു തന്നായിരുന്നു. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് ആ മൈൻഡിൽ ഞാൻ അങ്ങനെ തന്നെ കണ്ടു പഠിച്ചു കേട്ടോ. അപ്പോൾ അത് പിന്നെ തൊട്ട് ഞാൻ ശർക്കര വരട്ടി ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഞങ്ങൾ ശർക്കര വരട്ടി മാത്രം വീട്ടിൽ ഉണ്ടാക്കിയിട്ട് അപ്പോൾ കായ വറുത്തതൊക്കെ വാങ്ങിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇത് ഉണ്ടാക്കി കഴിക്കണത് ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് കേട്ടോ കടയിലത്തേലും. അപ്പോൾ അങ്ങനെ ഞങ്ങളപ്പോൾ ഇത് വേഗം ഉണ്ടാക്കിയിട്ട് അപ്പോൾ അത് ശർക്കര ഉരുക്കിയത് കഴിഞ്ഞത് ഇപ്പോൾ നൂൽപ്പരുവൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ ഈ വറുത്ത് വെച്ചത് അതിലേക്കിടാണ്. ഇതിലേക്കിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തൊന്ന് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നമ്മൾ ചുക്ക് പൊടിച്ചതും ജീരകവും പഞ്ചസാരയും കൂടി പൊടിച്ചത് ഇതിൽ കൂടെ ചേർക്കാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ അങ്ങനെ അത് നല്ലതിലായിട്ട് ചൂടാറാനായിട്ട് നല്ല പോലെ മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കുക. പിന്നെ ചൂടാറിയതിന് ശേഷം നല്ല പോലെ മുറുക്കം വരും കേട്ടോ. കുറേ നേരം മാറ്റി വെച്ചാലാണ് അത് മുറുക്കാവുള്ളൂ, ഒന്ന് സെറ്റാവണത്. ഈ ചുക്കും ഇതൊക്കെ ഇടുമ്പോൾ തന്നെ സെപ്പറേറ്റ് ആയിട്ട് പിന്നെ കെടുക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ശർക്കര വരട്ടി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഇതായിരുന്നു, മിക്സിങ് ആയിരുന്നു. അപ്പോൾ ആ നൂൽപ്പരുവായാൽ തന്നെയാണ് കേട്ടോ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വരുള്ളൂ. അപ്പോൾ നമ്മുടെ നൂൽപ്പരുവായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മിക്സ് ചെയ്ത് നല്ലപോലെ ചൂടാറാനായിട്ട് വയ്ക്കുക. പിന്നെ നമ്മൾ അങ്ങനെ പിന്നെ പിന്നെ ശോഭിക്കലും പിന്നെ ശോഭിച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കടയിൽ നിന്ന് 2 വാങ്ങിക്കേണ്ടി വന്നു. നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്നത് ഇത് ഒരെണ്ണം ഉടഞ്ഞു പോയിട്ടാണ്. അപ്പോൾ അങ്ങനെ 4 നമ്മൾ അതിൻ്റെ അവിടെ 3 വയ്ക്കും. പിന്നെ പടിയുടെ അവിടെ 1 വയ്ക്കും കേട്ടോ. അങ്ങനെയാണ് എല്ലാ പ്രാവശ്യം വയ്ക്കാറ്. അപ്പോൾ അങ്ങനെ നമ്മൾ തൃക്കരപ്പിനൊക്കെ ഒന്ന് എടുത്ത് വെച്ച് പിന്നെ പൂവാണെന്നുണ്ടെങ്കിൽ ഈ പ്രാവശ്യം ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ വീട്ടിൽ. അപ്പോൾ നമുക്ക് ഈ പ്രാവശ്യമൊക്കെ പൂവൊക്കെ വാങ്ങിക്കേണ്ടി വന്നു. ഒറ്റണം ഉണ്ടായിരുന്നില്ല, ഒറ്റണം വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ പ്രാവശ്യം വെക്കാനായിട്ട് ഒന്നിനും പറ്റിയായിരുന്നില്ല കേട്ടോ. നമ്മുടെ വീട് പണിയും പേരപ്പണിയും ഇതൊക്കെ വരുമ്പോൾ അറിയാമല്ലോ, സാധനങ്ങളും ഇതൊക്കെ മറത്ത് നിറഞ്ഞിട്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് ഒന്നിനും അങ്ങനെ പറ്റിയായിരുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പുഷ്പമൊക്കെ ഇഷ്ടം പോലെ ആയിരുന്നു കേട്ടോ. ചെട്ടുമല്ലിയൊക്കെ. ഈ പ്രാവശ്യം പൂവ് കുറവായിരുന്നു. നമുക്ക് കടയിൽ നിന്ന് പിന്നെ ഇങ്ങനെ 2 കിറ്റായിട്ട് വാങ്ങിച്ചു കേട്ടോ. അങ്ങനെ ചെറിയൊരു പൂക്കളം പിന്നെ തൃക്കരപ്പത്തുമ്പോൾ പൂവ് വയ്ക്കണമല്ലോ. അപ്പോൾ ഇവിടെ നമ്മുടെ വീട്ടിലപ്പോൾ അമ്മയാണ് എല്ലാ പ്രാവശ്യം ഓണം കൊള്ളാറ്. അപ്പോൾ അവരിങ്ങനെ ഓണം കൊള്ളുന്നതും മണിയണതും ഒക്കെ ഓരോ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ വയ്ക്കണം. കാണാനായിട്ട് നല്ല രസമാണ് കേട്ടോ. നമ്മൾ അതങ്ങനെയൊന്നും അറിയില്ല. നമ്മളിങ്ങനെ വേഗം മുട്ടിപ്പലയൊക്കെ കൊഴിച്ച് ഇലയൊക്കെ ഒഴിച്ച് കോരി ഒഴിക്കുക. നമ്മളത് കോരി കൊഴിച്ച് ഇപ്പോൾ ഉള്ളവരൊക്കെ പുള്ളിയൊക്കെ കുത്തി നല്ല ഭംഗിയിലാണ് കേട്ടോ വയ്ക്കുക. പിന്നെ വേഗം കഴിയുന്നവരാണ് വേഗം കോരി ഒഴിച്ചിട്ട് വേഗം പരിപാടി കഴിക്കുക. അപ്പോൾ അവിടെ ഈ പ്രാവശ്യം പുള്ളി കുത്താനൊന്നും ഇരുന്നില്ല കേട്ടോ. ഒക്കെ പനിയായിരുന്നു സത്യം പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ. പിന്നെ തിരുവോണത്തുനിന്ന് വേഗം എണീറ്റ് ഡ്രസ്സൊക്കെ ഇട്ട് കുളിയൊക്കെ കഴിഞ്ഞ് സുടുമോനൊക്കെ ഒന്ന് റെഡിയാക്കി ഫോട്ടോയൊക്കെ എടുക്കാനായിട്ടിരുന്നു കേട്ടോ. സുടുമോനും പനിയായിരുന്നു. ഞാനിപ്പോൾ ഈ വോയിസ് ഓവർ ഇതിൽ കയറ്റുമ്പോൾ തന്നെ എൻ്റെ സൗണ്ടൊക്കെ അടഞ്ഞിരിക്കുകയാണ് കേട്ടോ. പനിയുണ്ട്, മാറിയിട്ടില്ല അങ്ങോട്ട്. പിന്നെ ഞങ്ങൾ ചേട്ടനും ഞാനും കൂടി റെഡിയായിട്ട് ചേട്ടൻ്റെ വീട്ടിൽ പോയി. അപ്പോൾ സുടുമോനെ അപ്പോഴും കൊണ്ടുപോയില്ല പനി കാരണം കൊണ്ട്. അപ്പോൾ ഞങ്ങൾ വേഗം വണ്ടിമേ പോന്നു കേട്ടോ. ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇവിടെ എത്തിയപ്പോഴേക്കും നാത്തൂനും കൊച്ചൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അമ്പൂസ് നമ്മുടെ സുടുമോൻ്റെ കൂടെ ഇരുന്ന് ഭയങ്കര കളിയായിരുന്നു. ബോളൊക്കെ ഇട്ടിരുന്ന് ഭയങ്കര കളിയായിരുന്നു കേട്ടോ. അവർ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോഴേക്കും അവർ പോയി. പിന്നെ അടുത്തുനിന്ന് പാപ്പൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ വീട്ടിൻ്റെ തൊട്ട് താഴെയാണ് വീട്. അപ്പോൾ പാപ്പൻ വിളിക്കാൻ വന്നതാണ്. വൈകിട്ട് അവിടെയാണ് ഇന്ന് എല്ലാവരും കൂടി ആഘോഷിക്കണമെന്നൊക്കെ പറഞ്ഞ് വിളിക്കാൻ വന്നു കേട്ടോ. അപ്പോൾ ചേട്ടനെയും എന്നെയും അച്ഛനെയൊക്കെ വിളിച്ചു കേട്ടോ. അപ്പോൾ എല്ലാവരും വിളിച്ചു. അപ്പോൾ നമ്മുടെ സുഡുവിന് അങ്ങനെ എല്ലാവരും കൂടി കൂടം കൊടുത്ത് അങ്ങനെ പറ്റില്ല കേട്ടോ. അപ്പോൾ അവന് തലയിട്ടടിക്കലും എല്ലാ കാര്യങ്ങളും ആവണ കാരണം കൊണ്ട് നമ്മളവനെ കൊണ്ടുപോയില്ല. അപ്പോൾ അമ്മ ഇവിടെ ഇരുന്ന് നോക്കിയിട്ട് അവനെ. അപ്പോൾ അങ്ങനെ പാപ്പനങ്ങനെ ഓരോന്നിങ്ങനെ ഇരുന്ന് പറയണം കേട്ടോ. എൻ്റെ മുടിനെ പറ്റിയിട്ട് ഓരോന്നിരുന്ന് ഇങ്ങനെ പറയണം അഴിച്ചിട്ടിട്ട്. അപ്പോൾ അങ്ങനെ ഓരോ തള്ളെല്ലാം ഇടയ്ക്കിട്ട് ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ഓരോന്നിങ്ങനെ കത്തി വെച്ച് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് പാപ്പൻ്റെ മോളും മോളുടെ ഭർത്താവൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർ ബാംഗ്ലൂരാണ് സെറ്റിൽഡ്. അപ്പോൾ അവരും കൂടിയും വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി അങ്ങനെ നല്ല രീതിയിൽ തന്നെ ആഘോഷിച്ചു കേട്ടോ. അപ്പോൾ അവിടുത്തെ വീഡിയോ എനിക്ക് എടുക്കാനായിട്ട് പറ്റിയില്ല. ഞാൻ ഫോൺ കൊണ്ടുപോകാനായിട്ട് സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മറന്നു കേട്ടോ. പിന്നെ പിറ്റേ ദിവസമായപ്പോഴേക്കും മാമൻ്റെ മക്കളും വല്യമ്മയുടെ മോനും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ, പിള്ളേരും. അപ്പോൾ അങ്ങനെ നമ്മുടെ ഈ പ്രാവശ്യത്തെ ഓണം നല്ല അടിച്ച് പൊളിച്ച് തന്നെ
എല്ലാവരും ഇതിലും കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ഇതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ആ വീഡിയോ ആയിട്ട് ഞാനത് ഇതായിട്ട് ഇട്ടു. ഇപ്പോൾ നമുക്ക് പാട്ടായിട്ട് നമ്മൾ ഷോർട്സ് ആയിട്ട് നമ്മൾ ഇട്ടില്ലേ, അപ്പോൾ വീഡിയോയിൽ തന്നെ അത് അങ്ങനെ ആക്കിയിട്ടാണ്. അങ്ങനെ അപ്പോൾ നമ്മുടെ സുടുമോനും നല്ല ഹാപ്പി ആയിരുന്നു. അപ്പോൾ അങ്ങനെ അവർക്ക് ഫുഡൊക്കെ കൊടുത്ത് ഫുഡൊക്കെ ഒന്ന് ഓർഡർ ചെയ്തു കേട്ടോ. അപ്പോൾ അങ്ങനെ അവരും ഫുഡൊക്കെ കഴിച്ച് നല്ല അപ്പോൾ അങ്ങനെ നമ്മുടെ ഓണം അടിപൊളിയായിരുന്നു കേട്ടോ. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.